അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ സദുദ്ദേശങ്ങളും സഫലമാക്കി ഇഹത്തിലും പരത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്തു ജുമുഅ സൂറത്തുൻ മദനിയത്തുൻ എന്ന് നമ്മൾ പറയും. മദീനയിൽ അവതരിച്ച 11 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന അധ്യായം. ജുമുഅയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അവസാന 3 വചനങ്ങൾ ജുമുഅ നമസ്കാരവും ജുമുഅയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ജുമുഅ എന്ന നാമകരണം എന്ന് മനസ്സിലാക്കാം. അതിനു പുറമെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ഗൗരവമായ വിഷയങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ സൂറത്ത് പാരായണം ആഴ്ചയിൽ ഒരു ദിവസം ഈ അധ്യായം സൂറത്ത് ജുമുഅയും തൊട്ടടുത്തുള്ള മുനാഫിഖൂൻ അധ്യായവും രണ്ടും കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസികൾക്ക് കേൾക്കാൻ അവസരമുണ്ടാവുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരങ്ങളിൽ ഈ 2 അധ്യായങ്ങളും പാരായണം ചെയ്തിരുന്നു. മുനാഫിഖൂൻ അധ്യായത്തെക്കുറിച്ച് നമുക്ക് അവിടെ പറയാം, അതിലുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ. ജുമുഅയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, കൊണ്ടു നടക്കുന്ന ഭാണ്ഡത്തിലെ കാര്യങ്ങൾ എന്താണ് എന്നും അതിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്നും അറിയാതെ പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടങ്ങുന്ന വലിയ ഒരു നിധി. ഇതിനുള്ളിൽ എന്താണുള്ളത് എന്നറിയാതെ നടക്കുന്ന നമ്മെ, തൗറാത്ത് കൊണ്ട് നടക്കുന്ന, തൗറാത്തിൽ എന്താണെന്നറിയാത്ത ഒരു വിഭാഗത്തെ കഴുതയെപ്പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന് പഠിക്കുവാനുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഖുർആൻ പഠിക്കുകയോ ഖുർആനിൽ എന്താണുള്ളതെന്ന് അറിയുകയോ അതും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറൻ, ഭാണ്ഡം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം ഇതിൽ പ്രസക്തമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ വചനത്തിൽ തന്നെ വരുന്നത് അള്ളാഹുവിനെ ആകാശഭൂമികളിലുള്ള എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നാണ്. തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന ഒരുപാട് അധ്യായങ്ങൾ കാണാം. അതിലൊന്നാണ് സൂറത്തുൽ ജുമുഅ. യുസബ്ബിഹു, സബ്ബഹ, യുസബ്ബിഹു, സബ്ബിഹ്, സുബ്ഹാന എന്നൊക്കെ തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. നമ്മൾ പരിശോധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ അധ്യായങ്ങളാണ്, എന്താണ് അതിൻ്റെ തുടക്കം എന്നൊക്കെ പഠിച്ചു വെക്കണം, നല്ലതാണ്. അപ്പം അങ്ങനെ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുകയാണ് ഈ അധ്യായവും. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. എന്താണ് തസ്ബീഹ് എന്നാൽ? ചെറിയ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ. തസ്ബീഹ് എന്നാൽ എന്താണ്? സബ്ബഹ, തസ്ബീഹ് ചെയ്തു. യുസബ്ബിഹു, തസ്ബീഹ് ചെയ്യുന്നു. തസ്ബീഹ് ചെയ്യൽ. സബ്ബിഹ്, നീ തസ്ബീഹ് ചെയ്യൂ. എന്താണ് സബ്ബഹ? പരിശുദ്ധിപ്പെടുത്തുക. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർ അവനിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അല്ലാഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. അപ്പം നമസ്കാരത്തിന് ശേഷം നമ്മൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയണില്ലേ? അത് തന്നെ വളരെ ബോധ്യത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നിങ്ങനെ അവനെ തസ്ബീഹ് ചെയ്യാം.
എല്ലാ കളങ്കങ്ങളിൽ നിന്നും പരിശുദ്ധനാണ് അല്ലാഹു എന്നതാണ് തസ്ബീഹ്. അങ്ങനെ ആകാശഭൂമികളിലുള്ളവയെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. ഞാനും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു വ തആല എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് നമ്മൾ ശിർക്ക് ചെയ്യാത്തവരായി മാറണം. ഒരു ഭാഗത്ത് ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് 33 തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ യാതൊരർത്ഥവുമില്ല. പരസ്പര ബന്ധമില്ലാതെയാവുകയാണ്. മലിക്കാണ്, ഖുദ്ദൂസാണ്, അസീസാണ്, ഹക്കീമാണ് അള്ളാഹു. അവിടെയെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ശേഷം അതിനകത്ത് സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹുവല്ലദീ ബഅസ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നമ്മളത് വായിച്ചു നോക്കുക. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ആളുകളെ സംസ്കരിക്കുന്നു. പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ ആണ് നിയോഗിക്കപ്പെടുന്നത്, മറ്റേതെങ്കിലും വിഭാഗത്തിൽ നിന്നല്ല എന്നിങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ വിശദമായി സൂചിപ്പിക്കുന്നു. പിന്നീടാണ് നാം നേരത്തെ പറഞ്ഞ മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ. ആണോ, ഒരേ പദമാണ് ഉപയോഗിച്ചത്. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ. തൗറാത്ത് ചുമതലപ്പെടുത്തപ്പെട്ടിട്ട് പിന്നെ അത് ഏറ്റെടുക്കാതിരിക്കുന്നവരുടെ ഉപമ. നമ്മൾ നോക്കുക, നമ്മൾ അവരെക്കുറിച്ച് പറയണ്ടല്ലോ, നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. ഖുർആൻ നൽകപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ ക്ലിയറാക്കി തരുന്ന, വ്യക്തമാക്കി തരുന്ന, സാരോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന, അമ്രുകളും നഹികളും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ നമ്മളത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവരെക്കുറിച്ചാണ് പറയുന്നത്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഭാരം ചുമക്കുന്ന കഴുതയെ പോലെയാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളുകളെ അവർക്ക് ഇനി വഴി കാണാൻ പറ്റില്ല. താനെന്ത് വഹിക്കുന്നു, താൻ വഹിക്കുന്ന വസ്തുവിൽ എന്താണുള്ളത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയണം എന്ന്. പിന്നീട് അവസാന ഭാഗത്ത് 3 വചനങ്ങളിലേക്ക് വരുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ذلكم خير لكم إن كنتم تعلمون എന്ന് പറയാം. ജുമുഅ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുമിച്ച് കൂടി വഅള് കേൾക്കുന്നതിനെ, എന്നിട്ട് അത് സ്വീകരിക്കുന്നതിനെ മറ്റേതിനേക്കാളും ഹൈറാണ്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമുൻ. നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കേറ്റവും മറ്റേതിനേക്കാളും ഹൈറായിരിക്കുന്നത് ആണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ദിക്റാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, ഇലാ ദിക്രില്ലാഹി, അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക്, വദറുൽ ബൈഅ, നിങ്ങൾ എന്ത് ചെയ്യുക, കച്ചവടമൊക്കെ നിർത്തി വെക്കുക, ഷട്ടർ താഴ്ത്തുക, ഏർപ്പാടുകളിൽ നിന്ന് മാറിയിട്ട് നേരെ എന്ത് ചെയ്യുക, ദിക്റിലേക്ക്, ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലേക്ക്. ഇപ്പോൾ ജുമുഅ എന്ന് പറയുമ്പോൾ ഖത്തീബിൻ്റെ സംസാരം ദിക്റാണ്. അതേപോലെ അതിനുശേഷമുള്ള 2 റക്അത്ത് ജുമുഅ നമസ്കാരം ദിക്റാണ്. അതിനുശേഷമുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് ഇലാ ദിക്രില്ലാ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ആ ഖുതുബ ഇപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമുള്ളത്, ആത്മാർത്ഥമായി പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാമല്ലോ, നമ്മൾ ജുമുഅ നമസ്കാരത്തിന് പലരും എത്തുന്നത് അല്ലേ, ജുമുഅ
എന്ന് പറയുമ്പോൾ ആ ഇമാം ഖുതുബ പറയുന്നത് മുതൽ അതടക്കം അതിനകത്തുള്ളതാണ്. അപ്പം അത് വലിയൊരു ഉപദേശങ്ങളാണ്. ഒരു സമൂഹത്തിൻ്റെ ഇരുലോകത്തെയും ഗുണകരമായ സൗഭാഗ്യത്തിന് നിദാനമായ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ അത് വെറുതെ വെള്ളിയാഴ്ച അങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടി തിരിച്ചു പോവുക, ആരും അറിയുന്നില്ല, പോയതോ വന്നതോ ഒന്നും അറിയുന്നില്ല, കുറേ നേരം വൈകി വന്നു, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ പാടെ പോയി. പലരും അങ്ങനെയാണല്ലോ. ഏതാണ്ട് ജുമുഅയൊക്കെ അവസാനിക്ക് രണ്ടാമത്തെ ഖുതുബ, ജുമുഅ ഖുതുബ 2 ഖുതുബകൾ ഉണ്ടാവുമല്ലോ, രണ്ടാമത്തെ ഖുതുബ അവസാനിക്കാറാകുമ്പോൾ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്തേക്ക് അങ്ങനെ നമ്മൾ പലരും കയറിയെത്തും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, സ്വയം പരിശോധിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അടുത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വീട്ടിയാൽ അപ്പം തന്നെ എണീറ്റ് പോയി. ആകെ ഉണ്ടായി സാധാരണ ളുഹർ നിസ്കരിക്കാൻ 4 റക്അത്തിൻ്റെ സമയം എടുക്കും, ഇത് 2 റക്അത്തിൻ്റെ സമയം കൊണ്ട് ജുമുഅ കഴിഞ്ഞ് പോവുകയാണ് പലരും. വളരെ കൃത്യമായി ആലോചിക്കണം. ആ വരുന്നത് തന്നെ തൊട്ട് പിന്നിലെ അല്ലെങ്കിൽ സൈഡിലെ ചുമരിൽ ചാരി നമ്മളെങ്ങനെ ഇരിക്കും. ഫസ്ഔ, നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലണം, ഇല ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുകയും വേണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെ ജുമുഅയൊക്കെ കഴിഞ്ഞു. ആ ദിക്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയി. നിങ്ങൾ എന്ത് ചെയ്തോ? ഫന്തശിർ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ നാട്ടിൽ നിങ്ങളുടെ ഏത് ജോലിയിൽ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ചു പോയിക്കോളൂ. നിങ്ങളതിൽ വ്യാപൃതരായിക്കോളൂ. ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, എന്നിട്ട് അള്ളാഹിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടിക്കോ, പ്രതീക്ഷിച്ചോ. അള്ളാഹു നൽകട്ടെ നമുക്കെല്ലാവർക്കും. ശേഷം പറയുന്നു വദ്കുറുല്ലാഹ കസീറൻ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ നേരത്തെ ഒരു ദിക്ർ കേൾക്കാൻ ദിക്റിൽ മുഴുകാൻ പോയവരാണ്. 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമുക്കാൽ മണിക്കൂർ. ഇനി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വ്യാപൃതമാകുന്ന ജോലികളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാത്തവരാകരുത്. വദ്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പോയിട്ട് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാനല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പലരുടെയും മനസ്സിലുള്ളത് ആകെ നിസ്കാരം കഴിഞ്ഞിട്ട് 33 1 100 അല്ലെ രാവിലെയും വൈകുന്നേരമുള്ള ചില ചൊല്ലാനുള്ള ദിക്റുകൾ. അത് ദിക്റുകൾ ചൊല്ലാനുള്ള ദിക്റുകൾക്കപ്പുറം ജീവിതത്തിൽ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ, നാട്ടിലെ ജോലികൾ. അള്ളാഹുവിൽ നിന്ന് ഫദ്ല് തേടുന്നിടത്ത് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം, കസീറൻ, ധാരാളമായി. അപ്പോഴാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയം ഉണ്ടാകുന്നത്. ഇനി വീണ്ടും പറയുന്നു, എല്ലാറ്റിനേക്കാളും അള്ളാഹു ഖൈറുർ റാസിഖീൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായത്. അത് വിട്ടിട്ട് നിങ്ങൾ ദുനിയാവിൽ മാത്രം വ്യാപൃതരാകരുത്. അപ്പോൾ അതിനൊക്കെ ആ സന്ദർഭങ്ങളുണ്ട്. 11-ാമത്തെ ആയത്തിറങ്ങുന്നതിൻ്റെ സന്ദർഭങ്ങളെ, കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നു. ഇത് വായിച്ചു നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കെ, ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ കച്ചവട സംഘം വരുന്നു. അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടിട്ട് അവരെല്ലാവരും 12ഓളം ആളുകൾ അല്ലേ, ബാക്കി എല്ലാ ആളുകളും അങ്ങ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങൾ ഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫദ്ദൂ ഇലൈഹാ, അതിലേക്ക് പലരും അങ്ങ് പോവുകയാണ്, അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് നീ കാണുന്നു പ്രവാചകരെ അല്ലേ. ഏതായിരുന്നാലും ഒരു കാര്യം, ഖുൽ മാ ഇൻദല്ലാഹി ഖൈർ, അള്ളാഹുവിൻ്റെ പക്കലാണ് എല്ലാറ്റിനേക്കാളും, ഈ കാണുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കച്ചവടത്തെക്കാളും ഒക്കെയും ഈ ആനന്ദങ്ങളെക്കാളും ഒക്കെയും ഏറ്റവും ഖൈറായത് അള്ളാഹിൻ്റെ അടുക്കലാണുള്ളത് കേട്ടോ. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹു ഏറ്റവും നന്നായി നൽകുന്ന ഉത്തമനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഒരു സൂറത്ത് വായിച്ചു പോകുമ്പോൾ ഈ ഒരു ചിന്ത ഒന്നുകൂടെ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരായി മാറണം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറണം എന്നർത്ഥം. 2, നമ്മൾ വായിക്കുന്ന ഖുർആനിൽ എന്താണുള്ളതെന്ന് നമ്മൾ അറിയുകയും അതും നമ്മളും തമ്മിൽ പരസ്പര ബന്ധമില്ലാതെയായി പോകാതെ
അതിൻ്റെ ഒരു ജീവിക്കുന്ന പതിപ്പായി നമ്മൾ മാറുകയും ചെയ്യണം. മൂന്നാമത്, ജുമുഅ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് അള്ളാഹുവിൽ ദിക്റുള്ളവരായി തീരാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യണം എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.